തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണങ്ങളുടെ ക്ഷാമം അത് ഫേസ്ബുക്കിലൂടെ പുറം ലോകത്തെ അറിയിച്ച ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ വകുപ്പ് മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറും. അദ്ദേഹത്തിനെതിരെ നടപടിക്ക് സാധ്യത. ഇത്തരത്തിലൊരു വാർത്ത ഞാനിന്ന് കണ്ടിരുന്നു. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ പങ്കുവെക്കാം. ഈ വാർത്ത വരുന്നതിന് 2 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഒരു പ്രസ് മീറ്റിൽ പ്രതികരിച്ചിരുന്നു. ഇത്തരം കാര്യങ്ങൾ നവമാധ്യമങ്ങളിലൂടെയല്ല പുറത്തുവിടേണ്ടത്, അത് ആരോഗ്യ വകുപ്പിനെ അറിയിക്കണമെന്നായിരുന്നു. ആരോഗ്യ വകുപ്പിനെ പലവട്ടം അറിയിച്ച ശേഷവും നടപടി ഉണ്ടാകാതിരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാപരമായ തീരുമാനം, അതായത് തന്റെ ജോലി പോയത് നഷ്ടമാകുമെന്ന് ഉറപ്പായിട്ടും ഈ ഒരു തീരുമാനം എടുത്തതെന്നാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ അതിന് നൽകിയ വിശദീകരണം. അതിനുശേഷവും ആരോഗ്യവകുപ്പ് അദ്ദേഹത്തിനെതിരെ നടപടിക്ക് ഒരുങ്ങുന്നു എന്ന ഈ വാർത്ത കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതിൽ നിന്ന് ഒന്നുറപ്പാണ്, ഇത് ഹാരിസ് ചിറക്കലിന് ഉള്ള മറുപടിയല്ല. ഈ നടപടി ശരിക്കും പറഞ്ഞാൽ ഇനിയും നമ്മുടെ സംസ്ഥാനത്തെ ഡോക്ടർമാരിൽ ഹാരിസ് ചിറക്കൽമാർ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ്. സർക്കാരിനെതിരെ ശബ്ദമുയർത്തിയാൽ, ഈ സിസ്റ്റത്തിനെതിരെ ശബ്ദമുയർത്തിയാൽ നിങ്ങൾ ആരും തന്നെ സർവീസിൽ കാണില്ല എന്ന് അവരെ മുൻകൂട്ടി അറിയിക്കുന്നതിനാണ് ഇപ്പോൾ ഹാരിസ് ചിറക്കലിനെതിരെ ഈ നടപടിക്ക് സർക്കാർ ശ്രമിക്കുന്നത്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, സംസ്ഥാനത്തെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഇതേ അവസ്ഥയാണെന്ന് നമ്മുടെ ദൃശ്യ മാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാം കണ്ടതാണ്. എന്നിട്ടും തങ്ങളുടെ കഴിവുകേട് അത് മറച്ചു വെച്ചുകൊണ്ട് നീതിക്കും ന്യായത്തിനും, അതായത് സാധാരണക്കാരനായ രോഗികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയ ഹാരിസ് ചിറക്കലിനെ പോലുള്ള ജനസേവകരെ, അദ്ദേഹത്തേക്കാണ് നമ്മൾ ജനസേവകർ എന്ന് വിശേഷിപ്പിക്കേണ്ടത്. അങ്ങനെ ഒരാളെ വേട്ടയാടുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ഇനിയും ആരും തങ്ങളുടെ കെടുകാര്യസ്ഥത പൊതുജനത്തിന് മുന്നിൽ തുറന്നു കാട്ടരുത്. അങ്ങനെ തുറന്നു കാട്ടിയാൽ എന്തായിരിക്കും അതിനുള്ള മറുപടി എന്ന് അവരെ മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഹാരിസ് ചിറക്കൽ എന്ന ആ ഡോക്ടർക്കെതിരെ നടപടിക്ക് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.